പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരൻ കൊര പറിച്ചാട്ടേ താരകപ്പെണ്ണാൾ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇഞ്ചി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്ന ഒരു സുഗന്ധവ്യഞ്ജനമായ ഏലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സിഞ്ചിബെറേസിയ സസ്യ കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇലറ്റേറിയ കാർഡമൺ എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് കാർഡമൺ. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് മെയ് മാസത്തിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ മുത്തുമണി വീട്ടിലെ കൃഷികളൊക്കെ കാണിച്ച സമയത്ത് പലരും ചോദിച്ചിരുന്നു, കൃഷിയും ഏലത്തിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പം അതൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇത് ചേട്ടനും ചേച്ചിയും അവരുടെ കൃഷി സ്ഥലത്ത് അവരുടെ അനുഭവങ്ങളും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഏലക്കൊക്കെ പറിക്കുന്നേ സാധാരണഗതിയിൽ ഒരു 45 ദിവസം 50 ദിവസം പിന്നെ നമുക്ക് ഏലക്ക എടുക്കാം. അതായത് ഈ വർഷം മഴ നമുക്ക് ഇടുക്കിയിൽ പ്രത്യേകിച്ച് മഴ കുറവായതുകൊണ്ട് നമ്മുടെ ഈ നല്ലൊരു ശതമാനം ഏല ഉണങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കായെടുത്തപ്പോൾ വളരെയധികം വിലക്കുറവായിരുന്നു. അതുകൊണ്ട് നല്ല കായ്ക്ക് 240 രൂപ. ഇപ്പം എന്നാ വില ഉണ്ട്? അതിനുശേഷം ഇപ്പം നല്ല ശതമാനം ഏലത്തോട്ടമൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല കായ്ക്ക് 400-420 രൂപയ്ക്ക് വില ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു 400 രൂപ വില കിട്ടുന്ന പ്രതീക്ഷിച്ചാണ് എടുക്കുന്നത്. പിന്നെ മഴ പെയ്യാത്തത് കൊണ്ട് നമ്മൾ കായ എടുത്തു അല്ലെങ്കിൽ എല്ലാം ഉണങ്ങി പോകാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് എടുത്ത് ചേർത്തിട്ട് പകുതി തെളിച്ചാണ്. പകുതി തെളിച്ചപ്പോഴത്തേക്ക് മഴ പെയ്യുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ തെളിച്ചത്. അപ്പോൾ അത് തെളിക്ക് നിർത്തി ഉള്ള കായ എടുത്ത് ഇതിപ്പം മരുന്നടിക്കും. തണ്ടുവരപ്പനൊക്കെ ഇപ്പം തണ്ടുവരപ്പനായി പണിയാൻ കിടന്നുകൊണ്ട് അതിനുശേഷം തെളിച്ച് വേര് മുഴുവനുള്ള മരുന്നൊക്കെ ഒഴിച്ച് വളമിടാനുള്ള പരിപാടിയിലാണ് മഴ പെയ്താൽ. ഈ ആഴ്ച ഒരു 5 ദിവസത്തേക്ക് ഇപ്പം മഴ പെയ്തില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് എല്ലാം ഉണങ്ങി നശിച്ച് നമുക്ക് നഷ്ടമായി. എങ്ങനെ വിജയമാണ് ചെയ്യുന്നത്? ഇതിന് വളമിടുന്നത് ഇപ്പം ശരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഏലം പോയില്ലെങ്കിൽ ഇത് വേര് മുഴുവൻ സംഭവമുണ്ട്. ഇതുണ്ട് വേറെ തോടില്ലുണ്ട്. ഇതെല്ലാം കേടിൻ്റെ സംഭവമാണ്. അതൊക്കെ ചീച്ചൽ കേടിൻ്റെ ഒക്കെ സംഭവം വെയിലൊക്കെ അല്ല. അതുകൊണ്ട് ഇട്ട വളത്തിൻ്റെയൊക്കെ ഇതുകൊണ്ട് നമ്മൾ വേര് മുഴുവനുള്ളൊരു മരുന്ന് നമ്മൾ ഒഴിക്കും, കലക്കി ഒഴിക്കും. അതായത് മേടിച്ചത് നല്ല മരുന്ന് നോക്കി നമ്മൾ അവർ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി ഒഴിച്ചതിന് ശേഷം ഒരു 10-20 ദിവസം കഴിയുമ്പോൾ മഴ കിട്ടിയാൽ ഒരു മെയ്യൊക്കെ ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം മഴയാകും. അന്നേരത്തേക്ക് ചാണകപ്പൊടി, വേപ്പ് പിണ്ണാക്ക് ഒക്കെ ഇടാം. പിന്നെ എല്ലാം കലക്കി ഒഴിക്കുകയും നമുക്ക് ഏതാണ് നമ്മുടെ അനുയോജ്യമായ വളങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതെല്ലാം പോയി നല്ല ചിമ്പെല്ലാം വന്ന് ചരവെല്ലാം അടിച്ച് മഴവ് നല്ലപോലെ കായാവും. ഇതൊക്കെ നിറച്ച് കായ ഉണ്ടായ ഏലമാണ്. ഇതെല്ലാം വെയിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് എല്ലാം. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് 4 വർഷം ആയി ഈ ഏലം. 4 വർഷത്തിനിടയിൽ ഞാൻ ആ ഏലം വെക്കുമ്പോൾ ഇത് നട്ട് വെച്ചപ്പോൾ തൊട്ടാണ് 4 വർഷമായി. 4 വർഷമായി. ഈ വർഷം ഈ ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് 4 വർഷമാകും. ഞാൻ ഏലം വെക്കുമ്പോൾ ഏകദേശം 1 കിലോ ഉണക്കക്കായ്ക്ക് 4000 രൂപ 4500 രൂപ വില ഉണ്ടായിരുന്നു. ഒരു ചിമ്പൊക്കെ 80 രൂപ കൊടുത്ത ഒരു ചിമ്പൊക്കെ മേടിച്ചു. അത് ചിമ്പെന്ന് പറഞ്ഞത് നടന്ന് ഈ സാധനമൊക്കെ ഇതൊക്കെ ഒരെണ്ണം 80 രൂപയ്ക്കാണ് മേടിച്ചത്. അതിനുശേഷം നമുക്ക് ആദായമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉൽപ്പാദനം എല്ലാം കൂടി കഴിയുമ്പോഴത്തേക്ക് 1 കിലോയ്ക്ക് 4000 എന്നുള്ളത് 1500 ഒക്കെ ആയി. ഭയങ്കര നഷ്ടമായി. നമ്മൾ വെച്ചപ്പോൾ ഉള്ള വിലയുടെ 4 വില പോലും നിലവിൽ നമുക്ക് ആദായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയില്ല. നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യുവാണെങ്കിൽ വെച്ച് പിറ്റേ വർഷം 1 വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആദായം നമുക്ക് തുടങ്ങാം. ആദായം എടുക്കാൻ തുടങ്ങാം. കറക്റ്റ് 12-13 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആദായം എടുക്കാൻ പറ്റും. പിന്നെ ആ സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് വളത്തിൻ്റെയും പണിക്കൂലി നമ്മളൊക്കെ ചെയ്യുന്ന കൂടുതലും സ്വന്തമായിട്ടാണ്. പണിയെല്ലാം പുറത്ത് പണിക്ക് പോയിട്ട് വന്നിട്ട് സമയം കിട്ടുമ്പോൾ വന്നൊക്കെയാണ് മരുന്നടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 300, 350, 400 രൂപയെങ്കിലും 1 കിലോ ഏലക്കായ്ക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക്
ലാഭം എന്ന് പറയാൻ പണിക്കൂലി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരാൾ നമ്മൾ പണിക്ക് നിർത്തി കഴിഞ്ഞാൽ പെണ്ണുങ്ങളാണെങ്കിൽ 500 രൂപ കൊടുക്കണം, ആണുങ്ങളാണെങ്കിൽ 800 രൂപ കൊടുക്കണം. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് വളവും മരുന്നും നമ്മുടെ പണിക്കൂലി എല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ലാഭമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ചെറിയൊരു പണിക്കൂലി നമുക്ക് പിന്നെ സൈഡൊക്കെ ആയിട്ട് വില ഉണ്ടെങ്കിൽ ഒരു 400 രൂപ വില 350 രൂപയ്ക്ക് കുറഞ്ഞ വില അതിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടത്തിലാവുകയുള്ളൂ. വിജയമാനൊക്കെ പാട്ടത്തിനെടുത്ത് ചെയ്യുമായിരുന്നല്ലോ. ഇപ്പം ഉണ്ടോ വിജയമാണത്? 1 ഏക്കർ സ്ഥലം പാട്ടം എടുത്ത് ചെയ്തായിരുന്നു. അതിൽ ഞാൻ എടുക്കുന്ന സമയത്ത് വില ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു കിലോയ്ക്കൊക്കെ 140 രൂപയ്ക്കാണ് കിലോയ്ക്ക് വില വന്നത്. അതേസമയം നമുക്ക് പണിക്കൂലി മരുന്നിൻ്റെ വിലയൊക്കെ വന്നപ്പോൾ നമ്മൾ അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്ന് ഇപ്പോൾ സ്വന്തം ഉള്ളത് ഒരു കുറച്ച് മാത്രം. അത് നമുക്ക് നിന്ന് പണിയാനുള്ള ഇതൊന്നുമില്ല. അതുകൊണ്ട് അത് നോക്കി ഈ രീതിയിൽ ഇപ്പം ഒരാഴ്ചക്ക് ഇപ്പുറം മഴ പെയ്തില്ലെങ്കിൽ ഇതെല്ലാം ഏകദേശം ഒരു 50-60% പോയിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ മഴ പെയ്തില്ലെങ്കിൽ ഇതിൻ്റെ കാര്യം തീരുമാനമാകും. ചൂട്ട് പോലാകും, മൊത്തം നഷ്ടപ്പെടുന്ന രീതിയിലായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കും ഏലകൃഷി വിലയുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം, ഇതിന് മെയിനായിട്ട് വെള്ളമാണ് വേണ്ടത്. പക്ഷേ ഈ വർഷത്തെ കാലാവസ്ഥ നമുക്ക് മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യാത്തതുകൊണ്ട് ഹൈറേഞ്ചെല്ലാം നല്ല രീതിയിൽ ഉണക്കി ഏറ്റിട്ടുണ്ട്. നമുക്കും അത് വായിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത പ്രദേശത്തേക്കാണെങ്കിലും ഏലമെല്ലാം കംപ്ലീറ്റ് കരിഞ്ഞു പോയിട്ടുണ്ട്. വിജയമാനം ജോലിക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേന് ചേച്ചിയാണ് ഏലക്കയൊക്കെ നോക്കുന്നത്. അപ്പം ചേച്ചി നാട്ടിൻപുറത്തുനിന്ന്, ചേച്ചി അടൂരിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് വന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേന് ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വലുതായിട്ടുള്ളതാണ്. നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനത്തെ ഏലക്കായും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ചേച്ചിയുടെ ഇതിലോട്ട് വന്ന ശേഷമുള്ള ചേച്ചിയുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ചേച്ചി എങ്ങനെയായിരുന്നു? പറമ്പിൽ പണിക്കൊന്നും നമ്മളങ്ങനെ ഇറങ്ങിയിട്ടില്ലല്ലോ. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ല. പിന്നെ അല്ലാതെ പണിക്കാരെയൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ കൂലി ഒന്നാതെ കായ്ക്കും വിലയില്ല. ഒരുക്കാൻ ഇത് തെളിക്ക് ഇതിൻ്റെയൊക്കെ ഈ തണ്ട് ഇതെല്ലാം ആകുമ്പോൾ ഒരുക്കണം. തെളിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. കുറച്ച് 2 ദിവസം കൊണ്ട് തീർക്കും. പിന്നെ കായൊക്കെ ഒത്തിരി വിളവ് നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ 2 പേരെ നിർത്തും. അല്ലെങ്കിൽ ഞാൻ തന്നെ 2 ദിവസം വന്ന്. ചേച്ചിക്ക് ഇപ്പൊ വിളഞ്ഞ കായ ഏതാന്നൊക്കെ അറിയാവോ? കണ്ടാ മനസ്സിലാവോ? ഇപ്പം അറിയാം. അതെങ്ങനെയാ വിളഞ്ഞ കായ ഏതാ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത്? കറുത്ത കളർ കണ്ടു, അത് മൂത്ത കാ നോക്കി എടുക്കുന്നു. ശരി ശരി. കിടന്ന് മഴ സമയത്തൊക്കെ എങ്ങനെയാ ചേച്ചി? തോട്ടപ്പുഴൊക്കെ ഉണ്ട്. മഴക്കാലത്ത് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുകയില്ല. തോട്ടപ്പുഴൊക്കെ ആദ്യമൊക്കെ തോട്ടപ്പുഴയൊക്കെ പേടിയായിരുന്നു. പിന്നെ ഇപ്പൊ ഉപ്പും പിന്നെ ഈ ഷാമ്പു എല്ലാം തേച്ചിട്ടൊക്കെ ഇറങ്ങും. കാലയിലും കയ്യിലും എല്ലാം ഭയങ്കര തോട്ടപ്പുഴുവിൻ്റെ ഇങ്ങോട്ട് മഴക്കാലത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോട്ടപ്പുഴുവിൻ്റെ കളി. ഇപ്പൊ വേനൽക്കാലത്ത് കുഴപ്പമില്ല. കൃഷി രീതികളാണ് ഏലം, കാപ്പി, കുരുമുളക്. അതിൽ വർഷത്തിൽ നമ്മൾ എടുക്കും കാപ്പിയും കുരുമുളകൊക്കെ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. വർഷത്തിലാകുമ്പോൾ നമുക്ക് 40 ദിവസം അല്ലെ 60 ദിവസം കൂടുമ്പോൾ നമുക്ക് എടുക്കാം. മറ്റേ നമുക്ക് വർഷത്തിലേ അതിന്റെ ആദായം എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു നോക്കുവാണെങ്കിൽ നമുക്കൊരു വരുമാനമാണ്. സൈഡ് ഹൈ റേഞ്ചിലുള്ള ആള് നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും ഹൈ റേഞ്ച് എല്ലാ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാരാണ്. നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ്. ചേച്ചി ഇപ്പം ഈ 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏലകൃഷി ലാഭമാണോ നഷ്ടമാണോ ചേച്ചി? വരെ ഉള്ള സമയത്താണെങ്കിൽ ലാഭമായിരുന്നു. അത് കഴിഞ്ഞ് അതിനകത്ത് ആദ്യം വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഏലത്തിൻ്റെ കൂടെ വാഴകൃഷി ഉണ്ടായിരുന്നു. അത് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആനശല്യം ഉണ്ട് ഇവിടെ. ഈ വനത്തിന്റെ സൈഡാ. ആന കയറി എല്ലാം നശിപ്പിച്ച് അതങ്ങനെ കുറെ നഷ്ടമായി. പിന്നെ വിലയുടെ ലാഭമുണ്ട്, നമുക്ക് നഷ്ടമുണ്ട്. വില കുറഞ്ഞ സമയത്ത് നമുക്ക് ഞാൻ തന്നെയാണ് പുറത്തുനിന്ന് നമ്മൾ ആളെ വിളിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ആദായത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കയ്യിലിട്ട് പൈസ കൊടുക്കാം. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പം എല്ലാം ഒരുക്കുന്നതും. ഇപ്പം കായ എടുക്കുന്നത് കൂടുതൽ കായ ഉണ്ടെങ്കിൽ 2 പേരെ നിർത്തുക, അല്ലെങ്കിൽ ഞാൻ തന്നെ 2 ദിവസം നിന്ന് നമുക്കെടുക്കും. അപ്പോൾ വലിയ നഷ്ടം നമുക്ക് വരുന്നില്ല.
നമുക്ക് ഒരാളെ നിർത്തുന്നതിന് എത്ര രൂപയായി ഇപ്പൊ? ഇപ്പൊ നേരത്തെ 400 രൂപയായിരുന്നു, ഇപ്പൊ 500. എത്ര മണി തൊട്ടാ? 8:30 മുതൽ 5 മണി 4:30യോ? 4:30 വരെ. നമ്മളിപ്പോൾ ഈ കാണുന്ന കുഴി ഇതിൻ്റെ പേരാണ് പടുതാക്കുഴി എന്നാണ്. ഹൈ റേഞ്ചിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, അറിയാത്തവൻ്റെ അറിവിലേക്കാണ്. ഇതാണ് പടുതാക്കുഴി. മഴ സമയത്ത് വെള്ളം ശേഖരിച്ച് വെക്കും, ഉണക്കാവുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുന്ന നമ്മൾ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇതിപ്പോൾ മൊത്തം വറ്റി വരണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. പടുതാക്കുഴി നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി കുഴിച്ച് അതിനടിയിൽ കല്ലും മണ്ണും ഒക്കെ കളഞ്ഞ് വേരുകളൊക്കെ കളഞ്ഞ് നല്ല മിനുസപ്പെടുത്തി അതിനടിയിൽ ചാക്കും ഷീറ്റും ഒക്കെ ഇട്ട ശേഷമാണ് പടുത ഇട്ട് വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പടുത കയറി വെള്ളമെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇന്നിപ്പോൾ പറിച്ച ഏലക്കയൊക്കെയാണ്, നല്ല ഏലക്കയാണ് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയത്. 2 ഏലമ്മ ചേച്ചിമാർ ഏലക്ക വിൽക്കാൻ വേണ്ടി ഇരിക്കുക. ശ്രീകുട്ടി, നിങ്ങളുടെ ഏലക്കയാണോ ശ്രീകുട്ടി? ആണോ? ആരാ പറിച്ചേ? ആണോ? ഞങ്ങൾക്ക് കുറച്ച് ഏലക്ക തരാമോ? അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്ന് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ. കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരൻ കൊര പറിച്ചാട്ടേ താരകപ്പെണ്ണാൾ. കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരൻ കൊര പറിച്ചാട്ടേ തകതക താത്തിനും തകത്തെയ്താരാ തകതിനും തകത്തെയ്താരാ താത്തിനും തകതകതിനും തകതകതിനും തകത്തെയ്താരാ താത്തിനും തകത്തെയ്താരാ തകതിനും തകത്തെയ്താരാ താത്തിനും തകതകതിനും തകതകതിനും തകത്തെയ്താരാ താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാരൻ കൊര പറിച്ചാട്ടി തകതക താത്തിനും തകത്തെയ്താരാ തകതിനും തകത്തെയ്താരാ താത്തിനും തകതകതിനും തകതകതിനും തകത്തെയ്താരാ. കണ്ടം പൊട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ കണ്ടം പൊട്ടിയടിക്കാം കരമ്പാരക്കരങ്ങളുണ്ടേ ഉള്ളം കോരിക്കോരി ഉള്ളം കിടങ്ങാത്ത മേലക്കിടാങ്ങളുണ്ട് തകതക താത്തിനും തകത്തെയ്താരാ തകതിനും തകത്തെയ്താരാ താത്തിനും തകതകതിനും തകതകതിനും തകത്തെയ്താ.